ജയശങ്കർ സർ, ഇറാൻ അമേരിക്ക യുദ്ധം ഏറ്റവും കൂടുതൽ ബാധിച്ചത് ഗൾഫ് മേഖലയാണ്. പ്രത്യേകിച്ച് UAE. നമുക്കറിയാം, UAE ഉൾപ്പെടെയുള്ള ചില ഗൾഫ് രാജ്യങ്ങൾ പ്രധാനമായും ടൂറിസം വരുമാനമായി കാണുന്ന രാജ്യങ്ങളാണ്. അത്തരത്തിൽ വലിയ രീതിയിൽ വികസനം കൈവരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ്. അത്തരത്തിൽ UAEക്ക് വലിയൊരു തിരിച്ചടിയായിരുന്നു ഇറാൻ അമേരിക്ക യുദ്ധം നടത്തിയത്. പക്ഷേ ആ തിരിച്ചടിയെ പുതിയ ചവിട്ടുപടിയായി എടുക്കാനാണ് UAE താല്പര്യം കാണിച്ചിരിക്കുന്നത്. ഏകദേശം 1 ബില്യണോളം വരുന്ന മുതൽ മുടക്കിലാണ് വലിയ പദ്ധതികൾ UAE ഈ യുദ്ധക്കെടുതിയിൽ നിന്ന് അല്ലെങ്കിൽ യുദ്ധത്തിലേറ്റ നാശനഷ്ടങ്ങളിൽ നിന്ന് കരകയറാനായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് UAE ഇത് രാജ്യത്ത് പ്രാബല്യത്തിൽ വരുത്താൻ പോകുന്നത്? തീർച്ചയായിട്ടും ഈ യുദ്ധം ഇപ്പൊ 40 ദിവസം യുദ്ധം ഉണ്ടായി. ലോക സാമ്പത്തിക വ്യവസ്ഥയെ തന്നെ അത് തകിടം മറിച്ചിട്ടുണ്ട് ഈ 40 ദിവസം കൊണ്ട്. അത് ആരും അതിന്റെ ശരിയായ സത്യാവസ്ഥ പുറത്ത് പറയാണ്ടിരിക്കുകയാണ്. നമുക്ക് വളരെ പെട്ടെന്ന് നമ്മുടെ ലെവലിൽ നോക്കാൻ പറ്റുന്ന ഒരു കാര്യം നമ്മുടെ ഷെയർ മാർക്കറ്റിലേക്ക് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ആ ഷെയറുകളൊക്കെ ഇടിഞ്ഞ് ഇല്ലാതെ ഒരു കമ്പനിയുടെ ഷെയറിന് വാങ്ങാൻ പോലും ആളില്ലാത്ത അവസ്ഥയായി. ഈ കടലിൽ കൂടെയുള്ള വ്യാപാരം ഫുൾ നിന്നു. 40 ദിവസം നിന്നു തന്നെയാണ് അതിന്റെ അർത്ഥം. ഈ 40 ദിവസമായിട്ട് വേൾഡിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകേണ്ട വ്യാപാരം, അതായത് കച്ചവടം, അത് പൂർണ്ണമായി നിന്നു. ആ കച്ചവടത്തിലെ പ്രധാന 2 സാധനത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞുള്ളൂ, അതായത് പെട്രോളും ഗ്യാസും. കാരണം അത് വളരെ പ്രധാനമുള്ള സംഭവമായിട്ട് മാറി. അത് കാരണം അത് ചർച്ച ചെയ്തു മാത്രം. ഗ്യാസ് ഇല്ല. ഗ്യാസ് യുദ്ധം തുടങ്ങി 3-ാമത്തെ ദിവസം ഇവിടുത്തെ ഗ്യാസും കുറ്റി റോട്ടിൽ വെച്ച് സമരം ചെയ്യാൻ തുടങ്ങിയ, അല്ലെങ്കിൽ പ്രതിഷേധം കാണിക്കാൻ ഇവിടുത്തെ ജനം തുടങ്ങി എന്നുള്ളതാണ് അവസ്ഥ. ഇപ്പോഴും അതിന്റെ ആ പഴയ ലെവലിലേക്ക് മാർക്കറ്റിൽ ഗ്യാസ് വന്നിട്ടുണ്ടോ എന്ന് സംശയമാണ്. പക്ഷെ നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് ഇത് മനസ്സിലാക്കിയിട്ട് ഈ ഹോർമൂസ് കടലിൽ കൂടെ വരുന്ന, എന്നിട്ടും ഇറാനുമായിട്ടുള്ള ബന്ധത്തിന്റെ മുകളിൽ നമ്മുടെ സുബ്രഹ്മണ്യം ജയശങ്കർ എന്ന് പറയുന്ന നമ്മുടെ വിദേശകാര്യമന്ത്രി ഇറാൻ വിദേശകാര്യമന്ത്രിയായിട്ടുള്ള പേഴ്സണൽ ബന്ധം കൊണ്ട് ഇങ്ങനെ ഇന്ത്യയുടെ 2 ആദ്യത്തെ 3-ാം ദിവസം ഞാൻ ഓർക്കുന്നു, ആ ഷിപ്പുകൾ അവിടുന്ന് അത് ഇങ്ങോട്ട് കടത്തി കൊണ്ടുവന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇറക്കി പിന്നെയും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ ഇറാനായാലും അല്ലെങ്കിൽ അമേരിക്ക ആയാലും ഇസ്രായേൽ ആയാലും നമ്മൾ വളരെയധികം അടുത്ത് നിൽക്കുന്ന വളരെ ക്ലോസ്ഡ് ആൾക്കാരാണ്. നമ്മൾ മാനസികമായിട്ട് ഇവരോട് പറയുന്നുണ്ട് ഇതിൽ നിന്ന് പിന്മാറണം. പക്ഷെ ചില തെറ്റുകൾ, ചില കാര്യങ്ങളിൽ ഇറാന്റെ ഭാഗത്ത് ഉള്ളത് നമുക്കും ബോധ്യമാണ്. പക്ഷെ നമുക്കത് വളരെ കർശനമായിട്ട് ഇറാനോട് പറയാനും പറ്റില്ല. എന്നാ ഇറാൻ എന്താ പറയില്ലേ, അവരുടെ ആ ഒരു ഷാഠ്യം ശരിയാണോ ചോദിച്ചാൽ ശരിയാണ് എന്ന് പറയേണ്ടിയും വരും. അങ്ങനെ ആ ശരിയുടെ മുകളിലാണ് ഈ ഇസ്രായേലിനും അമേരിക്കയ്ക്കും ഇത് തുടങ്ങി വെക്കേണ്ടി വന്നു പെട്ടെന്ന്. പക്ഷെ ഒരു കാര്യമുണ്ട്, നമ്മൾ ഇത് ശക്തമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ യുദ്ധം തുടങ്ങണമെങ്കിൽ, അതായത് ഇവിടെ ഒരുപാട് നമുക്കറിയാം തീവ്രവാദ സംഘടനകളായ അൽ ഖയ്ദ, ഐസിസ്, ഹമാസ്, അല്ലെങ്കിൽ എന്താണ് അഫ്ഗാനിസ്ഥാനുള്ള, അങ്ങനെ ഇവർക്കൊക്കെ ഫണ്ട് എത്തിക്കുന്ന പ്രധാന ഒരു പണി ഇവർ ചെയ്യുന്നു എന്നാണ് ഇപ്പൊ പറഞ്ഞു വരുന്നത്. അത് കൂടിയാണ് ഇതിന്റെ ഒരു വിഷയം. അത് നിർത്തണം. പക്ഷെ അതൊക്കെ ചെറിയ കാര്യങ്ങളാണ്. ഇപ്പൊ നമ്മുടെ ഇവിടെ തീവ്രവാദികളില്ലേ, അതാണ് ഇവിടുത്തെ വിഷയം. അതൊന്നും ഒന്നുമല്ല. പക്ഷെ അത് വിചാരിച്ചിട്ട് അത് നമുക്ക് മാനേജ് ചെയ്യാതെ പറ്റുമോ? അത് കാണുമ്പോൾ അവരെ പിടിക്കും, ഭരണം അവരെ പിടിച്ച് ജയിലിലിടും. അല്ലെങ്കിൽ ഗൾഫിലൊക്കെ ആണെങ്കിൽ ജയിലിൽ ഇടുന്നില്ല, ജയിലിൽ പോയാൽ പിന്നെ കാണില്ല. ഈ തീവ്രവാദികളെ പിന്നെ കാണാനേ കിട്ടില്ല. അവരൊന്നും ഇല്ല, പിന്നെ ജയിലിൽ പോയാലും കാണില്ല. അതാണ് ആ രാജ്യത്തെ ശിക്ഷ. പക്ഷെ നമ്മളവിടെ അറ്റ്ലീസ്റ്റ് ജയിലിലെങ്കിലും അവിടെ ഉണ്ടാവുമെന്ന് നമുക്ക് വിശ്വസിക്കാം. അത്ര കർശനമായ നിയമങ്ങളാണ്. അപ്പൊ ഈ യുദ്ധം അവിടെ വന്നപ്പോ, യുദ്ധം നമ്മുടെ നാട്ടിൽ പ്രശ്നമുണ്ട്, ഇത് പുറത്തു പറയാണ്ടിരിക്കുകയാണ്. നമ്മുടെ പ്രത്യേകിച്ച് കേരളത്തിൽ വലിയ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്, ആരും പറയുന്നില്ല. ഞാൻ ചെറിയ ഉദാഹരണം പറഞ്ഞുതരാം. ഈ സമയത്താണുള്ള പെരുന്നാൾ വന്ന് ഈദ് പെരുന്നാൾ വന്നവരുടെ റമദാനും ഇഫ്താർ. ഇക്കുറി ആ ലാസ്റ്റ് വീക്കിൽ ഈ യുദ്ധമായിരുന്നല്ലോ. എവിടെ ഇഫ്താർ ഉണ്ടായിരുന്നു? അല്ലെങ്കിൽ എന്തോ ഒരു കെട്ടി ഘോഷിക്കല ഇഫ്താർ.
അറിയില്ലേ, ഇഫ്താർ സമ്മേളനങ്ങൾ വന്ന് ഇവിടുത്തെ ഭരണക്കുറി പ്രത്യേകിച്ച് ഭയങ്കരമായിട്ട് നടക്കേണ്ടതാ. കാരണം തെരഞ്ഞെടുപ്പും കൂടിയല്ലേ, നല്ല കൊലാശം കാണാമായിരുന്നു. പക്ഷെ അതുണ്ടായില്ല. ഇഫ്താറൊന്നും വിചാരിച്ച മാതിരി ഉണ്ടായില്ല. എന്തിനു പറയണു, പെരുന്നാൾ കച്ചവടം കേരള മാർക്കറ്റിൽ ഉണ്ടായിട്ടില്ല. ഇത് മുണ്ടില്ല, ഇത് ഇവര് മുണ്ടുന്നില്ല. അതായത് എനിക്കറിയാം ഇവിടെ മീറ്റ് കച്ചവടവും ഫിഷ് കച്ചവടം ഒക്കെ ചെയ്യുന്ന, എന്തിനു പറഞ്ഞു, വെജിറ്റബിൾ കച്ചവടം ചെയ്യുന്ന കച്ചവടക്കാർ പറഞ്ഞു ഇക്കുറി പെരുന്നാൾ കച്ചവടം ഉണ്ടായിട്ടില്ല. കാരണം എന്താ, എന്തുകൊണ്ടാണ് ഈ കച്ചവടം ഉണ്ടാവാണ്ടിരുന്നത്? അപ്പൊ ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോഴും കേരളത്തിലെ സമ്പദ് വ്യവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 50-60% ജനങ്ങള് ഇപ്പോഴും മാസം തോറും അവിടെ നിന്ന്, ഗൾഫിൽ നിന്ന് പൈസ വരുന്ന പൈസ കൊണ്ട് ജീവിക്കുന്നവരാണ്. അപ്പൊ ആ പൈസ വരുന്നത് കുറഞ്ഞപ്പോ, നിന്നപ്പോൾ, അത് നിൽക്കുമെന്ന് അറിഞ്ഞപ്പോൾ ഉള്ള ഞെട്ടലിൽ ഇതൊക്കെ കുറച്ചു. ഗൾഫിൽ പിന്നെ ഇതേ ഉണ്ടായിട്ടില്ല, പുറത്തിറങ്ങാൻ പറ്റില്ലല്ലോ, മിസൈൽ എപ്പോഴാ വീഴാന്ന് അറിയില്ല. അപ്പൊ അവിടെ ഉണ്ടായിട്ടില്ല. അപ്പൊ സമ്പദ് വ്യവസ്ഥയെ ഭയങ്കരമായിട്ട് ബാധിച്ചു. ഇത് ദുബായിലാണ് ഭയങ്കരമായി ബാധിച്ചത്. അവരുടെ ടൂറിസം മേഖല അങ്ങനെ അടഞ്ഞുപോയി. അവർ ഈ ടൂറിസം എന്ന് പറയുമ്പോൾ അവരുടെ റിയൽ എസ്റ്റേറ്റ് മേഖല ഇതൊക്കെ നശിച്ചു. ഒന്നുമില്ല, സീറോയി വർഷം. അത് അവിടെയുള്ള ഇൻവെസ്റ്റേഴ്സ് പോയി, കുറെ ആൾക്കാർ പോയി. സിംഗപ്പൂരും മറ്റേ മണാലി അങ്ങനെ പറഞ്ഞ സ്ഥലങ്ങളിലേക്ക് അവര് ഹെഡ് ഓഫീസുകൾ പോയി. അതിന്റെ അവരവിടെ നിന്നൊക്കെ എടുത്തു പോയി. പക്ഷെ ഇപ്പോ ദുബായ് എന്ത് ചെയ്തു, ഇതിൽ നിന്ന് പഴയ രീതിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആ സമയത്ത് തന്നെ ദുബായ് ഒരു കാര്യം ചെയ്തിരുന്നു. അവിടെ പെട്ടുപോയ ആൾക്കാരുണ്ട്. അതായത് ടൂറിസം ആയിട്ട് ഈ ദുബായിൽ പോയി കുടുങ്ങി യാത്ര ചെയ്യാൻ പറ്റാതെ, അതായത് ഇപ്പൊ നമ്മള് ടൂറ് പോവാന്ന് പറഞ്ഞാൽ മാക്സിമം ഒരാഴ്ചത്തെ ടൂറ്, 3 ദിവസത്തെ ടൂറ്, ഇങ്ങനെയുള്ള പോവാ. ഈ ടൂർ പാക്കേജ് അങ്ങനെയുള്ളൂ. ഇത് അതാത് ഗവൺമെന്റും കൂടിയിട്ടുള്ള ട്രാവൽ ഏജന്റുകളും തമ്മിലുള്ള ഒരു പരസ്പര ധാരണയുടെ മുകളിലാണ് ഇതൊക്കെ നടക്കുന്നത്. അപ്പോ ഒരു 3 ഡേ പാക്കേജ് അല്ലെങ്കിൽ 1 വീക്ക് പാക്കേജിൽ ദുബായിൽ ഇറങ്ങിയിട്ട് പിറ്റേ ദിവസം തിരിച്ചു പോരാൻ നിൽക്കുന്ന ഒരുപാട് ടൂറിസ്റ്റുകളുണ്ട്. അവരൊക്കെ അവിടെ കുടുങ്ങി. പെട്ടെന്ന് ഫ്ലൈറ്റ് ഒക്കെ നിന്നപ്പോ, എയർപോർട്ടിൽ ആക്രമണം വന്നപ്പോ, അന്ന് ആദ്യം ദുബായ് ഗവൺമെന്റ് എന്താ ചെയ്ത്, ഈ കുടുങ്ങിക്കിടക്കുന്ന എയർപോർട്ടിൽ പോവാൻ വന്ന, അല്ലെങ്കിൽ അവിടെ ടൂറിസ്റ്റ് വിസയിൽ വന്ന് വിസ കഴിഞ്ഞ തിരിച്ചു പോകാൻ പറ്റാത്ത ടൂറിസ്റ്റുകൾക്ക് ഇമ്മീഡിയറ്റ്ലി UAE ഗവൺമെന്റ് എന്താ ചെയ്തത്, അവരെ എനിക്ക് സ്റ്റാർ ഫെസിലിറ്റി ഉള്ള ഹോട്ടലിൽ കൊണ്ടുപോയി താമസിപ്പിക്കാനും അവർക്ക് വേണ്ട ഫുഡും, അത് നല്ല ഫുഡാണ് കൊടുക്കുന്നത്. പിന്നെ അവർക്ക് ഞാൻ മനസ്സിലാക്കുന്ന 1000 ദിർഹം വെച്ച് ദിവസം വർഷച്ചെലവും കൊടുത്തിരുന്നു ഗവൺമെന്റ്. അപ്പൊ ഇത് ഏതെങ്കിലും ഗവൺമെന്റ് ചെയ്യുമോ? ഏതെങ്കിലും രാജ്യത്ത് ചെയ്യുമോ? അപ്പൊ ആ ടൂറിസ്റ്റുകളുടെ മനസ്സ് പോലും ക്ലിയർ ആക്കി വെക്കാൻ വേണ്ടിയിട്ട് ഇനിയും പ്രശ്നങ്ങൾ തീർന്ന് അവിടെ വരണം. അതിനു വേണ്ടിയിട്ട് ആ ഗവൺമെന്റിന്റെ കാശ് എടുത്ത് അവിടെ ചെലവാക്കി. അത് ഈ 40 ദിവസം അവർ ചെലവാക്കിയെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോതാ വീണ്ടും അവര് എന്താ ചെയ്തിരിക്കുന്നത്, ഒരു 1 ബില്യൺ എബോവ് അവിടെ പലതരം അലവൻസുകൾ അവിടുത്തെ കച്ചവടക്കാർക്കും മറ്റുള്ളവർക്കുമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട് വരുമ്പോ നമ്മുടെ അവിടെ എന്താ ഉണ്ടായിരിക്കുന്നത്, ഭരിക്കുന്നവരെന്താ ചെയ്യുന്നത്, ഒരു ഭരണം മാറിയിട്ട് അടുത്ത ഭരണം വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ആ ഭരണത്തിനെക്കാട്ടി നല്ല ഭരണം അടിച്ച് കാണിക്കേണ്ടത്. ഇവിടെ എന്താ ചെയ്യുക, ഭരണത്തെ മാറി വിചാരിക്കും, മാറിയില്ലെങ്കിൽ അതിന്റെ ഇരട്ടി ചെയ്യും. മാറി വിചാരിക്കുക. അറിയാലോ, നമ്മള് ജനങ്ങളിൽ നിന്ന് സർക്കാർ എന്താ ചെയ്യുക, സർക്കാരിന്റെ കേരള ഗവൺമെന്റിന്റെ പ്രധാന വരുമാനം എന്താണ്, നികുതി പിരിക്കുക എന്നുള്ളതാണ്. ഈ നികുതി ഭൂനികുതി, കെട്ടിട നികുതി, അല്ലെങ്കിൽ മറ്റുള്ള നികുതികൾ. ഈ നികുതികൾ ഇങ്ങനെ കൂട്ടിക്കൊണ്ടുപോവാ അല്ലാതെ വേറെ ഒരു വഴികളും ആ സർക്കാർ ജനങ്ങളുടെ തലയിൽ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവിടെ ഈ UAE ഗവൺമെന്റ് ഇപ്പൊ എന്താ ചെയ്തിരിക്കുന്നത്, ഈ 1 ബില്യൺ ആനുകൂല്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് അവിടെയുള്ള ഇത്തരത്തിലുള്ള ഫീസുകൾ, അതായത് ഈ നികുതികൾ, അവിടുത്തെ ആൾക്കാർ കൊടുക്കുന്ന കറണ്ട് ബില്ലായാൽ അതുപോലും അതൊക്കെ 50% കുറയ്ക്കുക. അങ്ങനെ ആ ഗവൺമെന്റിന്റെ വരുമാനത്തിൽ അത് കുറഞ്ഞാലും വേണ്ടില്ല, ജനങ്ങൾ ഹാപ്പി ആവണം. അത്തരത്തിലുള്ള ആനുകൂല്യങ്ങളാണ് സർക്കാർ ഇപ്പോൾ പ്രഖ്യാപിച്ചത്. അവിടെ പോയി കുടുങ്ങിയവർക്ക് മുഴുവൻ തിരിച്ചു പോകാനുള്ള എല്ലാ സഹായ സഹകരണങ്ങളും ഒരു സർക്കാർ ചെയ്തു കൊടുക്കരുത്. കാരണം അവർക്ക് അവരുടെ പഴയ ടൂറിസം വീണ്ടും തിരിച്ചു കൊണ്ടുവരണം, ആ രാജ്യം പുരോഗമിക്കണം.
അതിന് അടിസ്ഥാനപരമായിട്ട് ചെയ്യാനുള്ള ആ പദ്ധതിയുമായിട്ടാണ് തുടക്കത്തിൽ തന്നെ അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ ഈ സഹായകരമായിട്ടുള്ള ഈ പ്രഖ്യാപനങ്ങൾ UAE ഗവൺമെന്റ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. യെസ്, എന്തായാലും വിപുലമായ ചില പദ്ധതികൾ അത്തരത്തിൽ ആളുകൾക്ക് അലവൻസുകൾ ഉൾപ്പെടെയുള്ളവ ഉൾപ്പെടുത്തിക്കൊണ്ട് വളരെ ബൃഹത്തായ ഒരു പദ്ധതിയാണ് UAE പ്ലാൻ ചെയ്യുന്നത്. അതിനുവേണ്ടി 1 ബില്യണോളം രൂപയാണ് അവർ മുടക്കാൻ പോകുന്നത്. ഈ രീതിയിൽ ഇറാൻ അമേരിക്ക യുദ്ധം ഏറ്റവും കൂടുതൽ ബാധിച്ച ഒരു രാജ്യം എന്ന നിലയ്ക്ക് ടൂറിസം തന്നെ ഫോക്കസ് ചെയ്ത് വീണ്ടും അത് റീബിൽഡ് ചെയ്തെടുക്കാനുള്ള ശ്രമത്തിലാണ് UAE സർക്കാർ. മറ്റ് ഗൾഫ് രാജ്യങ്ങൾക്കും വേണ്ട രീതിയിലുള്ള അല്ലെങ്കിൽ അത്തരം പദ്ധതികൾ തയ്യാറാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. വലിയ രീതിയിലാണ് ഈ യുദ്ധം ഗൾഫ് മേഖലയെ ബാധിച്ചത്. വ്യക്തമാണ്. താങ്ക് യു ജയശിപ്രസാദ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.